ഹലോ ഗൈസ്. ഹായ് ഗൈസ്. അപ്പൊ നമ്മളിപ്പോ കോൺവെക്കേഷന് ഡെക്കറേഷൻ കാണാൻ പോവുകയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. നാളെയാണ് കോൺവെക്കേഷൻ. നാളെ നമ്മളെ കോളേജിൽ കോൺവെക്കേഷൻ നടക്കലാണ്, നമ്മുടെ സീനിയേഴ്സിന്റെ, കഴിഞ്ഞു പോയ സീനിയേഴ്സിന്റെ. അപ്പൊ നമ്മളെ ഇപ്പം അത് കാണാൻ പോക്കാണ്. ഐ മീൻ ഡെക്കറേഷൻ കാണാൻ പോക്കാണ്. കളർഫുൾ ഡെക്കറേഷൻ ആണ്. കുറച്ച് മുന്നേ ലൈറ്റ് ഉണ്ടായിരുന്നു. ലൈറ്റുള്ള സമയത്ത് വീഡിയോ എടുത്തില്ല. അപ്പൊ നമ്മൾ ലൈറ്റ് ഇല്ല ഗൈസ്, അതുകൊണ്ടാണ്. ഏകദേശം ഒരു മംഗല വീട്ടിന്റെ ഒരു ഇതെല്ലാം ഉണ്ട്, സെറ്റപ്പെല്ലാം ഉണ്ട്, ലൈറ്റ് എല്ലാം നോക്കിട്ട് കാണാൻ വേണ്ടി. അപ്പൊ നമ്മള് ഇപ്പം ഡെക്കറേഷൻ കാണാൻ വേണ്ടിട്ടാ പോകുന്നത്. കഴിഞ്ഞ കൊല്ലം ഈ ബിൽഡിങ്ങിലെല്ലാം ലൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം നമ്മളെ കാണുന്നില്ല. അപ്പൊ ഇപ്രാവശ്യം ബിൽഡിങ്ങിലൊന്നും ലൈറ്റ് കാണുന്നില്ല ഗൈസ്. അപ്പൊ നമ്മളിനി ആടെ പോയിട്ട് വേണം നമുക്ക് നോക്കാൻ എന്തെല്ലാം ആണ്. ഇനി നാളെ രാത്രി നമ്മളെ വേറൊരു വ്ലോഗ് വരും. നാളെ രാത്രി ഇവിടെ കലാപരിപാടികളുണ്ട്, ടീച്ചേഴ്സിന്റെ സ്റ്റുഡൻസിന്റെ എല്ലാം. എല്ലാരും കൂടെ പരിപാടിക്ക് നടത്തുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള പരിപാടി ആയിരിക്കും. അപ്പൊ ഇന്ന് നമ്മളെപ്പോലെ തനുവും ഇല്ല, ശ്രീയും ഇല്ല. അപ്പം ബാക്കി നമ്മള് എത്ര ആളാണുള്ളത്? ആൾക്കാരെ മുഖം കാണാൻ പറ്റില്ല. So that's it guys. നമുക്കിനി ഡെക്കറേഷൻ പരിപാടി കാണിച്ചു തരാം. സോ നമ്മളിപ്പോ ലൈബ്രറിയിലെത്തി. നമ്മളെ പുതിയ ലൈബ്രറിയാണ് ഈ കാണാൻ പോകുന്നത്. പക്ഷെ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് ഗൈസ് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ലൈബ്രറി. സൂപ്പർ ലൈബ്രറിയാണ് ഗൈസ്. വീട്ടിലെ ചെടിയെല്ലാം ഉള്ളിലെന്നാ സംഭവം? സിമെന്റിനെ കൊണ്ടല്ലേ. കഴിഞ്ഞ കൊല്ലത്തേതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് ഞാൻ പറയും. സോ ഇത് നമ്മളെ കോളേജിന്റെ പുറത്താണ്, മീൻസ് ഔട്ട്സൈഡ് ആണ്. ആ ഫിറ്റ്നസ് ജിം ഉണ്ട്. ദെൻ അവിടെ RFC ഉണ്ട്, അത് ലൈറ്റിൽ കാണില്ല. സോ അതാണ് ഗൈസ് RFC. എന്ത് വേണോ അയാളുടെ പേര്? ലൈറ്റ് ഉണ്ടാവും, പറയാനില്ല കൂടുതലായിട്ട്. അപ്പം നമ്മളെ കോളേജിലെ കോൺവെക്കേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു 5 വർഷം കൂടുമ്പാണ് അതെല്ലാം വേണ്ടേ. അതെ. ഇപ്പം ഓരോ അല്ലെങ്കിൽ നമ്മളെ എല്ലാ വർഷത്തെയും കോൺവെക്കേഷന് പൊതുവെ ആരല്ല വരുക? പക്ഷെ ഓരോ 5 വർഷം കൂടുമ്പോൾ പ്രസിഡന്റ് ആണ് കോൺവെക്കേഷന് വരിക. അപ്പം അടുത്ത വർഷം അതായത് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മളെ കോൺവെക്കേഷന് സമയം 10ാമത്തെ കോൺവെക്കേഷനാണ് കോളേജിലെ. അപ്പൊ അന്നേരം പ്രസിഡന്റ് വരും, ഇന്ത്യൻ പ്രസിഡന്റ് നമ്മളെ കോൺവെക്കേഷന് വരും. അപ്പൊ നമുക്കൊന്നുകൂടെ വീഡിയോ എടുക്കാം. അതെ, 1 വർഷം കഴിയുമ്പം നമ്മൾ വീണ്ടും ഒരു കോൺവെക്കേഷൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അത് നമ്മളെ കോൺവെക്കേഷൻ വീഡിയോ ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നമ്മളെ ഈ കോളേജിന്റെ സെന്റർ, എന്താണ് ഈ സ്ഥലത്തിന് പേര്? വിവേകാനന്ദ സർക്കിളിൽ എത്തിയിരിക്കുകയാണ്. ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. സോ അതാണ് വിവേകാനന്ദന്റെ സ്റ്റാച്ചു. സോ ഗൈസ്, അവിടെയാണ് നമ്മുടെ പ്രോഗ്രാം കോൺവെക്കേഷൻ നടക്കല്. സോ ആ മുന്നിൽ പോകുന്ന 3 ആളാണ് നമ്മുടെ അഷി, അഞ്ജു ആൻഡ് ഷിഹാന. അവിടെ ഇവിടെ എല്ലായിട്ട് സീനിയേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. ലൈക്ക് അവരെല്ലാവരും കുറെ കാലത്തിന് ശേഷം വന്ന് എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് വർത്താനം പറയുന്നുണ്ട്. കഴിച്ചോ?
എന്താന്ന് പറയാൻ സോ ഇതാണ് ഗൈസ് കോൺവൊക്കേഷന്റെ ഹോൾ. നമ്മുടെ കോളേജ് ഭയങ്കര വലിയ കോളേജാണ് ഗൈസ്. We were there in Sabarmati biryani. What is this? What is this? Paper flower. This is real flower, not paper flower. We call it paper flower. In Malayalam, we call it paper flower. This is good, no? We wanted like we can give this in room or like outside the house or something. Like a veranda, we can put big one with the like. You don't remember the ceramic. It has okay, but then you see it's like a bonsai. Bonsai. കല്യാണപ്പുര തന്നെ. അതെ അതെ ചിലപ്പോ ഇതിനും വലുതായിരിക്കും. അതൊക്കെ ശരിയാക്കുന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് പറയാനുള്ളത്? സോ ഇതാ ഗൈസ് കോൺവൊക്കേഷൻ. അതിലെ ഏറ്റവും ഫ്രണ്ടിലായിരിക്കും സ്റ്റുഡൻസ് ഇരിക്കുക, അതായത് സീനിയേഴ്സ്, കഴിഞ്ഞ പോയ സീനിയേഴ്സ് ഇരിക്കുക. അവരെ ഓരോരാളെ പേരും ആ ചെയറിലെല്ലാം എഴുതിയിട്ടുണ്ടാവും ഗൈസ്. ഇതാണ് ഗൈസ് കൃഷ്ണ ബ്ലോക്ക് ബയോകെമിസ്ട്രി. ഉറങ്ങണ്ടേ? സോ ഗൈസ് നന്ദു ഭയങ്കര ലേസി ആയി തുടങ്ങി. നന്ദു അന്ന് വ്ലോഗ് എടുക്കാം ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പം പറയുന്നു ചെയ്യുന്നു. ആണെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് ഇത് സൂപ്പർ ആക്കേണ്ടത് അനാമിയാണ്. മുഖം ഇങ്ങനെ തിളങ്ങുന്നു, ഗ്ലാസി സ്കിന്നൊക്കെ. അത് എന്റെ മുഖത്ത് മറ്റേ സാധനം കരിച്ചതിന്റെ കലകൾ ഞാൻ മറ്റൊരു മരുന്ന് തടിച്ചിട്ടുണ്ട്, അതിന്റെ തിളക്കമാണ്. അതൊന്നല്ല, ഗ്ലോ ഗ്ലോ സ്കിൻ കെയർ തന്നെ. പോകുന്നുണ്ട്, അത് കളഞ്ഞിട്ടല്ലേ കാല. സോ ഗായ്സ് നമ്മളിപ്പം അഷിക്ക് ക്രേവിങ്സ് കൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. ഇത് കേട്ടാ എനിക്ക് അഷിക്ക് കഷിന്റെ കണ്ടു ഗൈസ്. സോ ഇതാണ് ഇവിടുത്തെ ഫിറ്റ്നസ് ക്ലബോ. ആർക്കെ ജിമ്മും മുടങ്ങി യൂണിവേഴ്സിറ്റി തട്ടി മരിക്കേണ്ട ഒരു ഗതിക്ക് പൈസ എന്തായാലും മേടിക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്നിൽ മേടിക്കാം. ഏതാ വേണ്ടേ? ബട്ടർ സ്കോച്ച് കുടിച്ചാലോ? കണ്ടാൽ തല്ലി ഇപ്പം വീട്ടിൽ കാണാതൊന്നു. എല്ലാവർക്കും തണുപ്പ് പിടിച്ചിരിക്കും. സോ ഗൈസ് നമ്മൾ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോ എനിക്ക് തരാതെ തിന്നു, ഞാനാ വേണമെന്ന് പറഞ്ഞു. അഷിക്കായിരുന്നു ക്രേവിങ്സ്. അഷിക്ക് വേണ്ടി ഞാൻ ഷുഗർ കട്ടുള്ള എനിക്ക് ഷുഗർ കട്ടില് ഞാൻ രാവിലെ മുതല് ഷുഗർ കട്ട് എന്ന് പറഞ്ഞിട്ട് ചായ ഇല്ല. ആ പാമ്പുണ്ടാവല്ലേ. നോ ചായ. ചിപ്സ് കൊണ്ടുവന്നിട്ട് ചിപ്സ് തിന്നുന്നില്ല, കേക്ക് കൊണ്ടുവന്നിട്ട് കേക്ക് തിന്നുന്നില്ല, ഒന്നും തിന്നില്ല. ഞാൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോ എന്റെ ഐസ്ക്രീം തിന്നുക. അങ്ങനെ അതും ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് മൂപ്പത്തി. ഇപ്പൊ എന്നിട്ട് ജേർണലിംഗിൽ ഷുഗർ കട്ട് ടുഡേ, എന്നിട്ട് അത് ഇന്റു മാർക്ക്, എന്നിട്ട് അത് ഇട്ടേ ഷുഗർ തിന്ന്. എന്തൊരു ഐഡിയ ആണല്ലേ. ഞാൻ പോയി ആ ജേർണൽ എഡിറ്റ് ചെയ്യും. അത് ഞാൻ തന്നെ ഇന്റു ഇട്ടോളാം. അനാമി രാവിലെ ചായ കുടിക്കൂല ഷുഗർ കട്ടായോണ്ട്, പക്ഷെ ബാക്കി എല്ലാ മധുരത്തിന്റെ സാധനം തിന്നും. മധുരമുള്ള ലൈം ജ്യൂസ്. സോ ഗൈസ്, സോ അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അടുത്ത ദിവസം ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യാം. അനാമിയുടെ ഷുഗർ കട്ട്. ഷുഗർ കട്ട് ഇൻ മൈ ലൈഫ്. ഷുഗർ കട്ട് ഇൻ മൈ ലൈഫ്. അധികം ഈ സൈഡിലെ കണ്ടിന്യൂ. സോ ഗൈസ് ബൈ.